ഹായ് ഓൾ, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു സിൽനാസ് കിച്ചൺ. ഇന്നത്തെ റെസിപ്പി ബാക്കി വന്ന ചപ്പാത്തി കൊണ്ട് നല്ല കിഡിലൻ ടേസ്റ്റി ആയിട്ടുള്ള ഒരു അടിപൊളി ഈവനിങ് സ്നാക്സിൻ്റെ റെസിപ്പിയാണ്. നല്ല ടേസ്റ്റാണ് ഇത് കഴിക്കാനായിട്ട്. തീർച്ചയായിട്ടും നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമാവും. ഇതിൻ്റെ പുറമേ നല്ല ക്രിസ്പിയും അകം നല്ല സോഫ്റ്റ് ആയിട്ടിരിക്കുന്ന ഒരു അടിപൊളി പലഹാരമാണ്. അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കിയെന്ന് അറിയാനായിട്ട് വീഡിയോ ഫുള്ളായിട്ടൊന്ന് കണ്ടു നോക്കണേ. റെസിപ്പിയിലോട്ട് കടക്കുന്നതിന് മുമ്പായി സിൽനാസ് കിച്ചൺ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ഒപ്പം തന്നെ ഈ വീഡിയോസ് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുതേ. അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ 2 ഉരുളക്കിഴങ്ങ് കുക്കറിലിട്ട് വേവിച്ചെടുത്തതിന് ശേഷം അതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞിട്ട് നല്ല പോലെ ഉടച്ചെടുത്തിട്ടുള്ളതാണിത്. അപ്പോൾ എത്രത്തോളം ഉടച്ചെടുക്കുന്നോ അത്രയും നന്നായിട്ട് ഉടച്ചെടുത്താൽ നന്നായിരിക്കും. ഇനി ഇതുപോലെ ഒരു സബോള പൊടിയായിട്ട് കട്ട് ചെയ്തിട്ടുള്ളത് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് ഞാൻ എല്ലാം പൊടിയായിട്ട് അരിഞ്ഞിട്ടാണ് ഇട്ട് കൊടുക്കുന്നത്. അങ്ങനെ ഇട്ട് കൊടുക്കുമ്പോഴാണ് ഇതിൽ കടിക്കാനൊക്കെ കിട്ടുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ്. അതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു രീതിയിൽ ഇട്ട് കൊടുക്കുന്നത്. ഇനി ഇതിലേക്ക് എരിവിന് വേണ്ടിയിട്ട് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് പച്ചമുളകും ഉണക്കമുളകുമാണ്. അപ്പോൾ ഒരു 2 പച്ചമുളകും 3 ഉണക്കമുളകും ഇതുപോലെ പൊടിയായിട്ട് കട്ട് ചെയ്തിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് ചെറിയ കഷ്ണം ഇഞ്ചിയും ഒരു 4 അല്ലി വെളുത്തുള്ളിയും ഇതേപോലെ പൊടിയായിട്ട് കട്ട് ചെയ്തിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ കുരുമുളക് ചതച്ചതാണ് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുള്ളത്. 1 സ്പൂൺ അളവിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട്. എരിവൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കാവുന്നതാണ്. പിന്നെ പൊടികളായിട്ട് ഇനി ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് ഒരു നുള്ള് ഗരം മസാലപ്പൊടി, ഒരു നുള്ള് പെരിഞ്ജീരകപ്പൊടി, പിന്നെ ഒരു നുള്ള് മഞ്ഞൾപ്പൊടി, പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ്. വേറെ ഇനി മുളക് പൊടിയോ മല്ലിപ്പൊടിയോ ഒക്കെ ചേർത്ത് കൊടുക്കണമെങ്കിൽ അതൊക്കെ ചേർത്ത് കൊടുത്തിട്ട് തയ്യാറാക്കി എടുക്കാം, ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച്. ഞാനിപ്പോൾ ഇത്ര മാത്രമേ ചേർത്ത് കൊടുക്കുന്നുള്ളൂ. ഇനി ഇതെല്ലാം കൂടെ ഇതുപോലെ കൈ വെച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ടെടുക്കാം. ഇങ്ങനെ നമ്മൾ തയ്യാറാക്കിയതിന് ശേഷം ഇനി നമുക്ക് ചുട്ട് വെച്ചിട്ട് ബാക്കിയായിട്ടുള്ള ചപ്പാത്തി ഉണ്ടെങ്കിൽ അതുപോലെ ഒരു 4-5 ചപ്പാത്തി എടുക്കുക. അതല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ സാധാരണ ചപ്പാത്തിക്ക് വേണ്ടി മാവ് പരത്തി എടുക്കത്തില്ലേ, അതുപോലെ പരത്തി എടുത്തതിന് ശേഷം ഒരു 4 അല്ലെങ്കിൽ 5 ഒക്കെ എടുക്കുക. നിങ്ങൾക്ക് എത്രയാണോ പലഹാരം ആവശ്യമായിട്ടുള്ളത് അതിനനുസരിച്ച് എടുക്കുക. ഞാനിപ്പോൾ ഇവിടെ എടുത്തിട്ടുള്ളത് കടയിൽ നിന്ന് മേടിച്ചിട്ടുള്ള ചപ്പാത്തിയാണ്, പാക്കറ്റായിട്ട് കിട്ടുന്നത്. 4 എടുത്തിട്ടുണ്ട്. ഇത് ചുട്ടതല്ല, പച്ചയാണ്. നമ്മൾ ചുട്ടിട്ട് ബാക്കി വന്ന ചപ്പാത്തി ഉണ്ടെങ്കിൽ അതിൽ ചെയ്താലും കുഴപ്പമില്ല. ഇതുപോലെ ചുടാത്ത പച്ച മാവിലുണ്ടെങ്കിൽ അങ്ങനെയും ചെയ്തെടുക്കാം, രണ്ടും കുഴപ്പമില്ല. ഇനിയിപ്പോൾ ആ ഒരു 4 നിന്ന് ഒരു ചപ്പാത്തി എടുത്തിട്ട് അതിലേക്ക് ഞാൻ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള ആ ഒരു കൂട്ട് കുറച്ച് വെച്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇത് കൈ വെച്ചിട്ടോ അല്ലാന്നുണ്ടെങ്കിൽ ഒരു സ്പാച്ച് വെച്ചിട്ടോ നന്നായിട്ട് ഇതുപോലെ ഒന്ന് പരത്തി കൊടുക്കുക. ഞാനിപ്പോൾ ഇത് കൈ വെച്ചിട്ടാണ് ഇതുപോലെ പരത്തി എടുക്കുന്നത്, എന്നാലാണ് ഒരേപോലെ കറക്റ്റായിട്ട് പരത്തി എടുക്കാൻ പറ്റുള്ളൂ. ഇപ്പോൾ ഞാനിതുപോലെ കൈ വെച്ചിട്ട് എല്ലാ ഭാഗത്തും പരത്തി കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിന് മുകളിലേക്ക് ഇതേപോലെ ഒരെണ്ണം കൂടെ വെച്ച് കൊടുത്തിട്ട് കൈ വെച്ച് ഇതുപോലെ നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. വെറുതെ വെച്ച് കൊടുത്താൽ പോരാ, ഇതുപോലെ നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുത്താലേ ഇതിൽ നന്നായിട്ട് ഒട്ടിയിരിക്കുള്ളൂ, അല്ലാന്നുണ്ടെങ്കിൽ ഇളകിപ്പോവും. എന്നിട്ട് ഇതിന് മുകളിലേക്ക് വീണ്ടും ആ ഒരു കിഴങ്ങിൻ്റെ കൂട്ട് വെച്ച് കൊടുക്കുക. നേരത്തെ പോലെ തന്നെ കൈവച്ചിട്ട് നന്നായിട്ട് പരത്തിയെടുത്തതിന് ശേഷം അതിന് മുകളിലേക്ക് വീണ്ടും ഒരു ഷീറ്റ് കൂടി വെച്ച് കൊടുക്കുക. എന്നിട്ട് വീണ്ടും കൈകൊണ്ട് നല്ല പോലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്തതിന് ശേഷം അതിന് മുകളിലേക്ക് വീണ്ടും ആ ഒരു കിഴങ്ങിൻ്റെ മിക്സ് വെച്ച് കൊടുക്കുക. അങ്ങനെ ഞാനിപ്പോൾ 3ാമത്തെ ഷീറ്റിൻ്റെ മുകളിലാണ് ഇതുപോലെ പരത്തി വെച്ച് കൊടുത്തിട്ടുള്ളത് ഈ ഒരു കൂട്ട്. ഇനി ലാസ്റ്റായിട്ട് 4ാമത്തെ ഷീറ്റ് കൂടി വെച്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇതുപോലെ കൈകൊണ്ട് വീണ്ടും നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഇതുപോലെ നമുക്കൊന്ന് റോൾ ചെയ്തിട്ടെടുക്കാം. ഇങ്ങനെ റോൾ ചെയ്ത് കൊടുത്തതിന് ശേഷം ഒന്ന് നന്നായിട്ടൊന്ന് ഒതുക്കി കൊടുക്കണം. എന്നിട്ട് ഇതിൻ്റെ 2 അറ്റവും ഒന്ന് കട്ട് ചെയ്ത് മാറ്റുന്നുണ്ട്. കട്ട് ചെയ്ത് മാറ്റുന്നതെന്ന് പറയുമ്പോൾ ഇത് കളയത്തൊന്നുമില്ല, ഇത് നമ്മൾ ഫ്രൈ ചെയ്ത് എടുക്കുന്നതാണ്. ഇതൊരു ഷേപ്പും ആകൃതിയൊന്നും ഇല്ലാത്തതായതുകൊണ്ട് ഇത് വീഡിയോയിൽ കാണിക്കുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ. എന്നിട്ട് ഇത് ഈ ഒരു വലിപ്പത്തിൽ ഞാനിപ്പോൾ ഇതെല്ലാം കട്ട് ചെയ്തിട്ട് എടുക്കുന്നുണ്ട്. ഇതിന് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് റൗണ്ട് ഷേപ്പിൽ വേണമെങ്കിലും ആക്കാം, കൈകൊണ്ട് നന്നായിട്ടൊന്ന് ഒതുക്കി കൊടുത്താൽ മതി. ഞാനിപ്പോൾ ഇതാ ഈ ഒരു ഷേപ്പിൽ തന്നെയാണ് വെച്ചിരിക്കുന്നത്. ചെറുതായിട്ട് ഇതുപോലെ ഒന്ന് കറക്റ്റ് ലെവലാക്കി കൊടുത്തതേ ഉള്ളൂ. ഇപ്പോൾ ഇതാ കാണാൻ തന്നെ നല്ല ഭംഗിയുണ്ട്. ഒരു റസ്കിൻ്റെ ഒക്കെ ആ ഒരു ഷേപ്പിലാണ് ഇത് എടുത്തിട്ടുള്ളത്. ഇപ്പോൾ എല്ലാം ഞാൻ ഈ ഒരു ഷേപ്പിൽ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതെല്ലാം ഒന്ന് ഫ്രൈ ചെയ്തിട്ടെടുക്കണം. അപ്പോൾ അതിന് മുമ്പായിട്ട് ഒരു കൂട്ട് തയ്യാറാക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു ബൗളിലേക്ക് 60 ml കപ്പിൻ്റെ അളവിൽ വറുത്ത അരിപ്പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത്. എന്നിട്ട് അതേ കപ്പ് അളവിൽ തന്നെ 1 കപ്പ് വെള്ളവും ഒഴിച്ചു കൊടുത്തിട്ട് പിന്നെ 1 സ്പൂൺ അളവിലുള്ള വെള്ളവും കൂടെ ഒഴിച്ചു കൊടുക്കുക. വറുത്ത അരിപ്പൊടി തന്നെ എടുക്കാൻ വേണ്ടി നോക്കുക, എന്നാലാണ് നല്ല ക്രിസ്പി ആയിട്ട് കിട്ടുള്ളൂ. ഞാനിപ്പോൾ ഇതൊരു സ്പൂൺ വെച്ചിട്ട് ഇതുപോലെ നന്നായിട്ട് ഇളക്കി കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ കട്ട് ചെയ്ത് മാറ്റിയിട്ടുള്ളതിൽ നിന്നും ഒരെണ്ണം ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. ലെയറൊന്നും പൊട്ടിപ്പോവാത്ത രീതിയിൽ നന്നായിട്ട് ഇതുപോലെ ഒരു ഭാഗം വെച്ച് കൊടുത്തിട്ട് അതിന് മുകളിലേക്ക് ഇത് ഇങ്ങനെ ഒഴിച്ചു കൊടുത്താൽ മതി.
ഇനി അടുത്തതായിട്ട് ഇത് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കുകയാണ് വേണ്ടത്. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ ഒരു പരന്ന പാനാണ് എടുത്തിട്ടുള്ളത്. ഇതിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുത്തിട്ട് എണ്ണ നന്നായിട്ടൊന്ന് ചൂടായിട്ട് വരുമ്പോൾ ഇതിൽ ഓരോന്നോരോന്നായിട്ട് ഇട്ട് കൊടുക്കാം. ഇത് നമ്മൾ ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ ഒരുപാട് എണ്ണ ഒഴിച്ചു കൊടുത്തിട്ട് ഫ്രൈ ചെയ്തെടുക്കരുത്. അതുപോലെ തന്നെ കടായിലിട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കാനും നോക്കരുത്. അങ്ങനെ ആകുമ്പോൾ ഇതിൻ്റെ ലെയറൊക്കെ പൊട്ടിപ്പോവും. അതുകൊണ്ട് ഇതുപോലെ പരന്ന പാനിൽ തന്നെ ഇട്ട് കൊടുത്തിട്ട് ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടി നോക്കുക. ഇപ്പോൾ ഇതിൻ്റെ ഒരു സൈഡ് നല്ല പോലെ വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതെല്ലാം ഒന്ന് തിരിച്ചിട്ട് കൊടുക്കാം. അങ്ങനെ ഞാനിപ്പോൾ ഇത് തിരിച്ചിട്ട് കൊടുത്തതിന് ശേഷം ആ ഒരു ഭാഗവും കൂടെ വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിൻ്റെ സൈഡ് ഭാഗമൊക്കെ ഒന്ന് വേവിച്ചെടുക്കാനായിട്ട് ഇതുപോലെ ഓരോ ഭാഗവും ഇങ്ങനെ കറക്കി കറക്കി വെച്ച് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തിട്ടെടുക്കുക. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ ഇതെല്ലാം തിരിച്ചും മറിച്ചൊക്കെ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് വേവിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതെല്ലാം എണ്ണയിൽ നിന്ന് എടുത്തു മാറ്റാം. അപ്പോൾ ഇതാ പുറമേ നല്ല ക്രിസ്പിയും അകം നല്ല സോഫ്റ്റും ആയിട്ടുള്ള ഒരു അടിപൊളി ഈവനിങ് സ്നാക്സാണ് റെഡിയായി കിട്ടിയിട്ടുള്ളത്. നല്ല ടേസ്റ്റാണ് ഇത് കഴിക്കാനായിട്ട്, എല്ലാവർക്കും ഇഷ്ടമാവും. അപ്പോൾ ഇതേപോലെ ഇനി നിങ്ങളും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അതുപോലെ തന്നെ ഞാനിടുന്ന പുതിയ വീഡിയോസ് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടുന്നതിന് വേണ്ടി സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ അമർത്തി അതിൽ ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. പുതിയൊരു വീഡിയോയുമായി വീണ്ടും വരും. താങ്ക് യു ഫോർ വാച്ചിങ്.